ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അങ്ങനെ അസർബൈജാൻ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വരുന്ന വീഡിയോസൊക്കെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. അപ്പം ഫസ്റ്റായിട്ട് നമ്മളെ ലൊക്കേഷൻ, നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ വന്നിട്ട് ഫയർ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഇടാം. ഞാൻ ഇൻട്രോ അതൊക്കെ കഴിഞ്ഞ് കാറിലെത്തിയപ്പോഴാണ് കേട്ടോ ഇടുന്നത്. ഞങ്ങൾ ഡ്രസ്സൊന്നും മാറ്റാണ്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ആണ് ഫസ്റ്റ് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇനി ഞങ്ങൾക്കൊരു 1:30 ആകുമ്പോഴത്തേക്കും ആണ് ഞങ്ങൾക്ക് ചെക്കിൻ ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആവുകയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയർഡായിട്ടിരിക്കുകയാണ്. ഫേസ് ഭയങ്കര ഡള്ളായിട്ടുള്ളത് പോലെ ഉണ്ട്. കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടും ഇല്ല. 2 മണിക്കായപ്പോഴാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും കുറച്ച് ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ 2 സ്ഥലങ്ങളാണ് നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ നിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് സ്ഥലം നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് കേട്ടോ പോണത്. ഒരു റെസ്റ്റോ ഡ്രസ്സ് മാറ്റലോ ഒന്നും ഇല്ലാണ്ടാണ് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോണത്. ഭയങ്കര ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. കാരണം ഒട്ടും സമയം നമുക്ക് വേസ്റ്റ് ആക്കാനായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇറങ്ങിയ രാത്രി തിരിച്ചു വരുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇപ്രാവശ്യം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫയർ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫയർ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണിത്. ഇവിടെ നമ്മൾ കണ്ടതിൽ ഒരു 80% സ്ഥലങ്ങളിലും നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾക്ക് 15 മനാത്താണ് കേട്ടോ. 15 മനാത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ കറൻസിയാണ്. അപ്പം ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഗൈഡാണെങ്കിൽ ഒട്ടും മടിയിലാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്തു തന്നു കേട്ടോ. ആൾ ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് കുറേ അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ആൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലത്ത് നമുക്ക് ഓരോരോ, അതായത് എൻഷ്യൻ ടൈമിലുള്ള ഓരോരോ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇതാ ഇവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ മരത്തിൻ്റെ താഴെയാണെങ്കിൽ നല്ല തണലുമാണല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കാണാൻ പറ്റിയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറേ ഷോപ്സാണ് കേട്ടോ. നമ്മൾ ഒരു മാർക്കറ്റ് പോലെയൊക്കെ കാണില്ലേ, അതേപോലെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. നമ്മൾ കാറ് നിർത്തിയിട്ടുള്ളത് അവിടെയാണ്. അപ്പോൾ നമുക്ക് അവിടേക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഈ ഷോപ്സിൽ ജസ്റ്റ് കയറാം, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഗൈഡ് പറഞ്ഞു ഇവിടുന്ന് നിങ്ങളൊന്നും മേടിക്കേണ്ട, ഭയങ്കര അറക്കുന്ന റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബാങ്കിലേക്കാണ്. നമുക്ക് ക്യാഷ് മാറ്റണമായിരുന്നു. ഞങ്ങൾ USDയിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മാറ്റിയിട്ട് മനാത്തിലേക്ക് ആക്കിയെടുക്കണം, അതായത് ഇവിടുത്തെ ക്യാഷിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫയർ ടെമ്പിൾ കണ്ടിട്ട് തോന്നിയത് നമ്മളുടെ ബേക്കൽ ഫോർട്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ അതേ ഡിറ്റോ കോപ്പി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ചെറിയ ചെറിയ റൂംസ് ഉണ്ട്. അതിലൊക്കെ ഓരോരോ, ഒരു റൂമിൽ ഗണപതിൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വീഡിയോസിലൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ആള് അയറു ആണ് കേട്ടോ. സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് അവൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടി ആഗ്രഹം ഉണ്ട് തോന്നുന്നില്ല. അയറു ഉണ്ടോ? ആഗ്രഹം ഉണ്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടോ? നിർത്താണ്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. നിർത്തിയില്ല. പ്രത്യേകിച്ച് വീഡിയോ ഓൺ ചെയ്ത അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. എങ്ങനെ ഫസ്റ്റ് പ്ലേസ് ഇഷ്ടമായോ? പക്ഷെ ഇവരുടെ ഗൈഡ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ടൈമിലാണ് ഒരുപാട് പേര് വരുന്നത്. കാരണം അത്യാവശ്യം ഇവിടെ കാണാനുണ്ടാവും ഈ ഒരു ടൈമിൽ എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ ഈ മഞ്ഞുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ അത് മാത്രമല്ലേ കാണാൻ പറ്റും. നമുക്ക് ആ സ്ഥലം പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ ഗൈഡ് പറയുന്നത്. ഇവിടുത്തെ തന്നെ ആളാണ് കേട്ടോ. ലൈക്ക് ഇവിടെ ബോൺ ആൻഡ് ബോട്ടം ഇവിടെയാണ്. അപ്പം ആൻറ്റോ എന്നാണ് ആളുടെ പേര്. അപ്പം ഞാൻ പതുക്കെ ആളെ കൂടി പരിചയപ്പെടുത്തിയത്. ആൾ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ആളാണ് ഭയങ്കര ആഗ്രഹം കാണിക്കുന്നത് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പതുക്കെ ആളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ,
ഈ ഫയർ ടെമ്പിൾ വരുന്നത് സിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ടർ ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഒരു വില്ലേജ് പോലത്തെ സ്ഥലത്താണ് ഈ ഫയർ ടെമ്പിൾ വരുന്നത്. ഈ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓയിൽ മൈനിങ് ആണ് കേട്ടോ. ഇവിടെ കൂടുതൽ അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്ന ഓയിൽ മൈനിങ് ആണ്. അവിടെ നമ്മൾ നേരെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ കേട്ടോ. ഫയർ മൗണ്ടെയിനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്ത ടിക്കറ്റ് ഉണ്ടല്ലോ, അതായത് ഫയർ ടെമ്പിളിലേക്ക് എടുത്ത സെയിം ടിക്കറ്റ് തന്നെ ഇവിടെ കാണിച്ചാൽ മതി. ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അവർ ഏൻഷ്യൻ ടൈമിൽ എങ്ങനെയാണ് ഈ റോക്സൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തത്, ഇങ്ങനത്തെ മൗണ്ടെയിൻസൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്ന പോലത്തെ ഒരു മ്യൂസിയത്തിലേക്കാണ് ആദ്യം കയറിയത്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു മൗണ്ടെയിൻ ആണ് കേട്ടോ കാണാം. ഈ മൗണ്ടെയിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫയർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതായത് കത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ ഫയർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അത് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യൂ ഉണ്ട്. അതും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു ഫയർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. തനിയെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം, അത്ര മാത്രമേ എനിക്കിവിടെ അത് കണ്ടപ്പം തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഉച്ച വരെയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇന്നലെ ഉറങ്ങാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയി. സിറ്റി എത്തുന്നവരെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. തിരിച്ചു പോകുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം, നോക്കാം. ഇതാണ് ഇവിടുത്തെ സിറ്റി. കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ആയിട്ടുള്ള സിറ്റിയാണ്. നമുക്ക് നേരത്തെ കണ്ട ആ ഒരു മരുഭൂമി ഫീൽ ഇവിടെ ഇല്ല കേട്ടോ. മരുഭൂമിയല്ല, എന്താ പറയുക, ഭയങ്കര വില്ലേജ് ഒരു സ്ഥലത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മുന്നേ. അപ്പോൾ ആ ഒരു ഫീല് ഇവിടെ കിട്ടും. ഇങ്ങനെ സൈഡിലൊക്കെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഭയങ്കര ഒരു സ്ട്രീറ്റ് വൈബൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു രാത്രി കുറച്ചും കൂടി രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെ ഗൈഡ് പറഞ്ഞു ഇവിടെ രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി രസം ഉണ്ടാവും. നമുക്ക് ഇനി വേണമെങ്കിൽ 5 o'clock ശേഷം ഇറങ്ങിയാൽ നൈറ്റ് വരെ കറങ്ങാൻ ഉള്ള സംഭവങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിലപ്പം രാത്രി 5 o'clock ശേഷമേ ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. കാരണം പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡ് കഴിക്കാൻ സ്ഥലം കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ടു. ഭയങ്കര തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു. ഇവിടുത്തെ നല്ല ഫുഡാണെന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ചീപ്പറാണ് കേട്ടോ പ്രൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ ഗൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പുറത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഫുഡ് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഫസ്റ്റ് ഞങ്ങൾ നോട്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വന്നിരുന്നിട്ട് സെർവ് ചെയ്യാനുള്ള ആൾ വന്നപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് അധികം അറിയാത്തതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അതായത് നമ്മൾ ഡിസ്പ്ലേ നോക്കി ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പേരൊന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കഴിക്കാനുള്ള പോലെ ഓർഡർ ചെയ്യണം. അങ്ങനെ കഴിച്ച ഫുഡൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. റൈസൊക്കെ നല്ലായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റിയ പോലത്തെ റൈസായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് ഒരു ബട്ടർ മിൽക്കും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ബട്ടർ മിൽക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. നമ്മൾ സിറ്റിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ വോൾഗ ഹോട്ടലിലായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവാണ് ചെയ്തത്. 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ റൂമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല കസ്റ്റമർ സർവീസൊക്കെ ആയിരുന്നു. 2 ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ഡ്രയർ, നോർമലി ഒരു ഹോട്ടലിൽ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റ് എടുക്കാനൊന്നും ഒരുപാട് ടൈം കിട്ടിയില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോട്ടലിൽ എത്തുമ്പം. അതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏകദേശം ക്ലോസ് ആവും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് പോയിട്ട് അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരണം. സിറ്റി ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം പഴയ ബിൽഡിങ്സ് ആയിരുന്നു. പഴയ ബിൽഡിങ്സ് ആണെങ്കിൽ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേരാണ് കാർപ്പറ്റ് മ്യൂസിയം. നമ്മൾ ലിറ്റിൽ വെനീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാറ് നിർത്തി കുറച്ച് നടക്കാനുണ്ട് ലിറ്റിൽ വെനീസിലേക്ക്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈവനിങ്. പ്രത്യേകിച്ചും ഈ സൺസെറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്.
ഇപ്പോൾ നമ്മൾ പോണത് ലിറ്റിൽ വെന്നീസിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ബോട്ടിംഗ് ആണുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ ബോട്ടിൽ പോകും. അതാണ് സംഭവം. ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ 6 മണിയായിട്ടുണ്ട്. പക്ഷെ നല്ല വെളിച്ചമാണ് കേട്ടോ. ഇവിടെ ഏകദേശം 8 മണിയാവും സൺസെറ്റ് ആവാമെന്നാണ് ഇവിടുത്തെ നമ്മളെ ഗൈഡ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലിറ്റിൽ വെന്നീസ് ഇതാണ്. നമ്മളിതിലെ കൂടെ ഇങ്ങനെ ബോട്ടിൽ വരും. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത്. അതേപോലെ നമ്മൾ ബോട്ടിലൂടെ ഇങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. പുറത്തുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല രസമാണ്. നടന്നു അവിടേക്ക് എത്താം. ഞങ്ങളിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ ആയിപ്പോയി നടന്നത്. ഇത് വേഗം അങ്ങോട്ട് എത്താം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു കുറച്ച് വേഗം നടക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ആയി പോകുന്നുള്ളത്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആളെന്തിനാണ് ഇത്ര വേഗം നടക്കാൻ വേണ്ടി പറഞ്ഞതെന്ന്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. ആകെ 4 ബോട്ടേ ഉള്ളൂ. അവിടെയാണെങ്കിൽ ഒരു 10-20 ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാൻ വേണ്ടി തന്നെ കുറേ നേരം ലൈൻ നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നമ്മളെ കൂടെ ബോട്ടിലുണ്ടായിരുന്ന ആൾ ഭയങ്കര കമ്പനിയായിരുന്നു. നമുക്ക് കുറേ ഫോട്ടോസ്, നമുക്ക് കുറേ പോസസൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹാർഡ്ലി ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ബോട്ടിലുള്ള യാത്ര. വേഗം നമ്മളൊരു റൗണ്ട് അടിച്ചിട്ട് അവിടെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈം അങ്ങനെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒരു റൗണ്ട് നമുക്ക് കാണാം. ബട്ട് ഇറ്റ് വാസ് നൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ലിറ്റിൽ വെന്നീസ് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി വരെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഉള്ളത്. അപ്പോൾ അത് വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്ഥലം കൂടി കവർ ചെയ്താൽ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ഏതാ സ്ഥലം എന്ന് ഞാൻ പോയിട്ട് എൻ്റെ ചേട്ടനോട് ചോദിക്കും. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ആൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇതിൽ നടക്കാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് നടന്നിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ചുറ്റും നടന്നൊന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. രാത്രി ഏകദേശം 8:30-9 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കടയായിരുന്നു. പക്ഷേ അവിടുത്തെ ഭക്ഷണം ചിലതൊന്നും നമുക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ എഗ് റൈസ് ആണ്. ഇതൊന്നും വയയിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കൂടുതലും ലാമ്പും മീറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര മസാലയൊന്നും ഇല്ലെങ്കിൽ ഈ ലാമ്പാണെങ്കിലും മീറ്റാണെങ്കിലും നമുക്ക് അധികം കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കാരണം നമ്മളതിന് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പം ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. പക്ഷെ നമുക്കത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ബനാന ഷേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം നിസാമി സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നിട്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.